കേരളത്തിലെ വീട്ടുതോട്ടങ്ങളിലും കൃഷിത്തോട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ വളർത്തുന്ന പച്ചക്കറിയാണ് പയർ. പയർ ചെടികൾക്ക് അധിക പരിചരണം ആവശ്യമില്ല. വീട്ടുമുറ്റത്തോ ടെറസിലോ കൃഷിയിടത്തോ തുടക്കക്കാർ ആരംഭിക്കാവുന്ന അനുയോജ്യമായ ഒരു കൃഷിയാണ് പയർ കൃഷി. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല സൂര്യപ്രകാശം, ശരിയായ വെള്ളമൊഴിക്കൽ, ലഘുവായ പരിചരണം എന്നിവയുണ്ടെങ്കിൽ നല്ല വിളവ് ലഭിക്കുന്ന ഒന്നാണ് പയർ കൃഷി. പ്രോട്ടീൻ, നാരുകൾ, വിറ്റമിനുകൾ എന്നിവ ധാരാളം അടങ്ങിയിട്ടുള്ളതിനാൽ പയർ പോഷകസമൃദ്ധമായ ഒരു പച്ചക്കറിയാണ്. ഇനി നമുക്ക് പയർ കൃഷി എങ്ങനെ ചെയ്യാം എന്ന് നോക്കാം. വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ നല്ല വിത്ത് വേണം നമ്മുടെ കൃഷിയിൽ എടുക്കാനായിട്ട്. ചുരുങ്ങിയതോ കീടം ബാധിച്ചതോ ഒന്നും തിരഞ്ഞെടുക്കരുത്. വലിയ വിത്തുകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. വലിയ വിത്ത് ഇതുപോലെ വലിയ വിത്തുകളാണ് തിരഞ്ഞെടുക്കുക. വിത്ത് 2-3 മണിക്കൂർ സീഡോമോണസ് ലായനിയിൽ മുക്കി വെക്കുക. പയർ മുളപ്പിച്ച് നടുന്നതായിരിക്കും കുറച്ച് കൂടുതൽ ഉത്തമമായിട്ടുള്ളത്. ട്രേയിൽ ചാണകപ്പൊടി, മണല് കുഴച്ച് നിറച്ച ശേഷം അതിൽ വിത്ത് പാകുക. 3-4 ദിവസം കഴിയുമ്പോൾ പയർ വിത്ത് പൊടിച്ച് വരും. 2 ആഴ്ച പാകമാകുമ്പോൾ പയർ മാറ്റി നടാൻ പറ്റും. നടാനായി നമുക്ക് ഗ്രോ ബാഗ് എടുക്കാം. ഒരു ഗ്രോ ബാഗിൽ തന്നെ 2-3 തൈകൾ നടാം. ഗ്രോ ബാഗിന്റെ ഏകദേശം പകുതിയോളം കരിയില വേസ്റ്റ് നിറയ്ക്കുക. കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണാണ് നമ്മൾ പയർ കൃഷിക്ക് ഉപയോഗിക്കേണ്ടത്. ട്രീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ മണ്ണിൽ കുമ്മായം ചേർത്ത് 2-3 ആഴ്ച ഇട്ടേക്കും. അതിനുശേഷം ആ മണ്ണ് ഉപയോഗിച്ചാണ് നമ്മുടെ പയർ കൃഷി ചെയ്യേണ്ടത്. എന്നിട്ട് ആ മണ്ണിൽ വേപ്പിൻ പിണ്ണാക്ക്, എല്ലുപൊടി, ചാണകപ്പൊടി, കമ്പോസ്റ്റ്, വളം എന്നിവ ചേർത്ത് കവറിന്റെ 3/4 ഭാഗവും നിറയ്ക്കുക. ഇനി നമുക്ക് വളർന്നു നിൽക്കുന്ന പയർ തൈ ട്രേയിൽ നിന്ന് എടുത്തു നടാം. തൈ നട്ട് കഴിഞ്ഞ് 15 ദിവസത്തിന് ശേഷം വളപ്രയോഗം ചെയ്യാം. ഇതൊക്കെയാണ് പയർ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക്, കമന്റ്, ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.